ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കും അതിനോടൊപ്പം ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്ടറിയും തയ്യാറാക്കുന്നുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പാക്കിയതും ഒരു പകുതി സവാളയും 2 തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും നല്ല ചെറുതായിട്ട് ചോപ്പാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടുതൽ ചേരുവകളൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ അളവിൽ എല്ലാ ചേരുവകളും എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ പൊടി ഉപ്പും എല്ലാം കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്നാക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റവയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ സംസാരത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഞാൻ പല്ലെടുത്തിട്ടുണ്ട് കേട്ടോ. പല്ലെടുത്തിട്ട് ഇപ്പോൾ ഇന്നൊക്കെ 2ാമത്തെ ദിവസമാണ്. അതുകൊണ്ടാണ് ചെറിയൊരു വർത്താനം പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മൈദ പറ്റൂലെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ആക്കാം. മൈദ കഴിക്കാത്തവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടിയേക്കാണ് ടേസ്റ്റ് കൂടി വരുന്നത് മൈദയ്ക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് കട്ടപ്പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് 250 ml കപ്പിൽ 1/4 കപ്പ് നമ്മുടെ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദോശമാവ് അല്ല ഇഡ്ഡലി മാവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് എടുക്കുക കേട്ടോ. എടുത്തിട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമുണ്ടാവും. എന്നിട്ട് ഇതെല്ലാം പാട് കൈകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കൈകൊണ്ട് യോജിപ്പിക്കുമ്പോൾ മാത്രമേ നന്നായിട്ട് നമുക്കിത് യോജിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് മുഴുവനായും 1/4 കപ്പ് ദോശമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അരിപ്പൊടി റവ അതുപോലെ ഉള്ളി ഇതെല്ലാം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവയും കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ദോശമാവും അല്പം കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ടാവുമല്ലോ. നമ്മൾ രാവിലെയൊക്കെ ദോശ ഉണ്ടാക്കിയിട്ട് ഞാനിത് വൈകുന്നേരത്താണ് ഉണ്ടാകുന്നത്. രാവിലെ ഞങ്ങൾക്ക് ദോശയായിരുന്നു. അപ്പോൾ വൈകുന്നേരത്താണ് ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ റവ ചേർത്തതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചട്ടണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മൈദയും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കുറച്ച് പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെറും മൈദ മാത്രവും ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പോഞ്ച് പോലെ കുഴഞ്ഞിരിക്കും. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. അരിപ്പൊടി കൂടി പോകാതെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് ഹാർഡായി പോകും. ഇനി ഇത് നമ്മൾ ചട്ടണി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കൈപ്പിടി വരുന്ന തേങ്ങയുടെ കഷ്ണങ്ങളാണ് എടുത്തത്. അത് ചേർത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. ഒരു 1/4 കപ്പ് വരുന്ന പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പിടി വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ കറക്കിയെടുത്തത് നമ്മുടെ തേങ്ങ കഷ്ണങ്ങളായിട്ടല്ലേ ചേർത്തത്. അതൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലൂസ് വേണം ചട്ടണിക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് പാകണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, ചട്ടണിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കിക്കോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അധികം ടൈമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങ ചിരകിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. തേങ്ങ കുറച്ച് കഷ്ണങ്ങളാക്കി കൊത്തിയെടുത്താൽ മതി.
ഒരുപാട് തേങ്ങയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റും കേട്ടോ, അപ്പത്തിനൊക്കെ പറ്റുന്നൊരു ചട്നിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോട്ടോ, മസ്റ്റായിട്ടും അതാണ് ടേസ്റ്റ്. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അല്പം കടുക്, ഒരു 3 വറ്റൽമുളക് ഇട്ട് കുറച്ച് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്നി നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അരച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ താളിച്ച് ഒഴിച്ചാൽ മാത്രം മതിയാക്കും. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ തുടങ്ങാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്, അതുകൊണ്ടാണ് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇപ്പം നമ്മുടെ ദോശമാവ് ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ കൂട്ട കുറച്ച് ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ദോശമാവ് ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ അപ്പസോഡയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ദോശമാവ് അത്യാവശ്യം നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുള്ള മാവല്ലേ, അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് നല്ല ബോൾ പോലെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ പൊങ്ങി വരുന്നതാണ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇതിലേക്ക് എണ്ണ ചൂടായപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില പിച്ച് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ വളരെ കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്നാക്കും കിട്ടും, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലും ഏറ്റവും ലോ ഫ്ലെയിമിലേക്കും മാറ്റി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല. ഞാനൊരു ചെറിയ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ല കുറച്ച് വലിപ്പമുള്ള വലിയൊരു ചീനച്ചട്ടിയിലോ ഒരു പാത്രത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് വലുതായിട്ടൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ വളരെ കുഞ്ഞായിട്ട് തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി കുക്കാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഇത് സ്നാക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മറിച്ചിടാൻ നിൽക്കരുത്. അപ്പം നമുക്ക് ചട്ടിയിലൊട്ടി പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് വിട്ടുപോകും. അപ്പം അതുകൊണ്ട് പിന്നെ നന്നായിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം മാത്രമേ എപ്പോഴും മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അത് ഏതൊരു സ്നാക്കാണെങ്കിലും ചിക്കനൊക്കെ പൊരിക്കുമ്പോഴാണെങ്കിലും നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ ഒരിക്കലും മറിച്ചിടരുത്. ഒരു ഭാഗം ഒന്നായി 1 മിനിറ്റൊക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ കോട്ടിങ്ങൊന്നും ഇളകി പോകില്ല. ചിക്കൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അടുത്തത് ഇതുപോലെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഒരു ഭാഗം ആയപ്പോൾ 2 ഭാഗം തിരിച്ച് മറിച്ച് വിട്ടിട്ട് മുഴുവനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ചൂടാറാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. നല്ല ചൂടാണ്. ഇത് ഈ ചട്നിയിലേക്ക് മുക്കി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും സ്നാക്കുമാണ്. അപ്പോൾ ദോശമാവൊക്കെ ബാക്കിയായി വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ റെഡിയാക്കി നോക്കിക്കോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.